ആ കംബാക്കോടെ ബ്രസീലിയൻ ടീമിലേക്കും നെയ്മറിന്റെ തിരിച്ചുവരവുണ്ടായാൽ അത് ആരാധകർക്ക് ഇരട്ടി ആഘോഷമാകും. ബ്രസീലിന്റെ ടീം റഡാറിൽ നിന്ന് നെയ്മർ ഇപ്പോഴും അകന്നു പോയിട്ടില്ലെന്നാണ് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി നൽകുന്ന സൂചന. 2023 ഒക്ടോബറിൽ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലായിരുന്നു നെയ്മർ അവസാനമായി രാജ്യത്തിനായി കളിച്ചത്. ഉറുഗ്വായ്ക്കെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ നെയ്മർ സ്ട്രെച്ചറിൽ കണ്ണീരോടെ കളം വിട്ടു. അതിനും ഒരു മാസം മുൻപാണ് ഫുട്ബോൾ രാജാവ് പെലെയെ മറികടന്ന് നെയ്മർ ബ്രസീലിനായി ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ എലൈറ്റ് പട്ടികയിൽ ഒന്നാമതെത്തിയത്. എന്നാലും വിടാതെ പിന്തുടരുന്ന പരിക്കുകൾ നെയ്മറെ നിരന്തരം കളത്തിൽ നിന്നകറ്റി. റൊണാൾഡോയെ പോലെയോ മെസ്സിയെ പോലെയോ അല്ലെങ്കിൽ അതിനും മേലെയോ നിൽക്കുന്ന ഒരു കരിയർ ഗ്യാരണ്ടി ഉണ്ടായിരുന്ന ഒരാളാണ് കാലത്തിന്റെയും പരിക്കിന്റെയും ക്രൂരതയിൽ ആവറേജ് കരിയറിൽ ഒതുങ്ങിയത്. നെയ്മർ അടുത്ത വർഷം ലോകകപ്പ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എന്നാൽ ടീമിലുണ്ടെങ്കിൽ ഒറ്റക്കാലിലേന്തിയെങ്കിലും അയാൾ ടീമിനായി തനിക്കാവുന്നത് ചെയ്യും. യുവതാരങ്ങളായും അല്ലാതെയും തിളക്കമുള്ള താരങ്ങൾ ഏറെ എത്തിയെങ്കിലും നെയ്മർ സാന്നിധ്യമുണ്ടെങ്കിൽ കാനറികൾക്ക് അത് വലിയ ഊർജമാകും. നെയ്മർ ഇല്ലാത്ത ബ്രസീൽ നിൽക്കാതെ ആടിയുലയുന്നത് എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. കൊളംബിയക്കെതിരായ ക്വാർട്ടർ ഫൈനലിൽ സുനികയുടെ കടുത്ത ഫൗളിൽ വീണ് സ്ട്രെച്ചറിൽ നെയ്മർ പുറത്തുപോയ ശേഷം നടന്ന ജർമ്മനിക്കെതിരായ മത്സരത്തിലെ 7-1 ദുരന്തം പതിറ്റാണ്ടിനിപ്പുറവും ബ്രസീലുകാർക്ക് നോവാണ്. 2 വർഷത്തിനകം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത് നെയ്മർ വീണ്ടും അവരുടെ പ്രതീക്ഷകൾക്ക് നാം വിട്ടതാണ്. റഷ്യൻ ലോകകപ്പിൽ പക്ഷേ ഡിബ്രോയിന്റെ ബെൽജിയത്തിന് മുന്നിലും ഖത്തർ ലോകകപ്പിൽ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യക്ക് മുന്നിലും നെയ്മറിന്റെയും ബ്രസീലിന്റെയും പോരാട്ടം അവസാനിച്ചു. പരിക്കും പ്രായവും പരിമിതിയായാൽ പോലും അയാളിൽ ഇനിയും അത്ഭുതങ്ങൾ ബാക്കിയുണ്ടെന്നാണ് ഇപ്പോഴും കാനറി ആരാധകർ കരുതുന്നത്. നെയ്മർ ആയതുകൊണ്ട് മാത്രം നമുക്കും അതിന് കാത്തിരിക്കാം.